ഹലോ എവരി വൺ, ഇറ്റ്സ് മീ ചന്ദ്രു. ആൻഡ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കുറച്ച് കേട്ടറ്റ് PYQs ആണ്, അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് മോസ്റ്റ്ലി നമ്മളിത് കേട്ടറ്റ് ഹിന്ദിയായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കേട്ടറ്റ് 3 ഹിന്ദി ആണെങ്കിലും 4 ഹിന്ദി ആണെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കാരണം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം മിക്കവാറും നമ്മൾ കേട്ടറ്റ് PYQs വെച്ചുകൊണ്ട് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുവാണ് നല്ലത്. കാരണം നമ്മൾ സിലബസ് എടുത്ത് നോക്കുക, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സിലബസ് ഡിസ്കസ് ചെയ്തു. പക്ഷെ സിലബസ് അനുസരിച്ച് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഒത്തിരി വാസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒത്തിരി വലുതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കും. അപ്പോൾ അതിലും എളുപ്പം എന്ന് പറയുന്നത് PYQs വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യുവാണ്. നമ്മൾ ആദ്യം കുറച്ച് ടൈം എടുത്താലും പിന്നീട് വരുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് തോന്നും. ഓക്കെ, റെഡി ആവുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റൻ ആണ് ഇപ്പോൾ സ്ക്രീനിലുള്ളത്. പൂർവി ഹിന്ദിക്ക് ബോലി ഇൻമേ കോൻസി ഹെ. അപ്പം പൂർവി ഹിന്ദിയിൽ വരുന്ന ബോലി ഇതിലേതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പം നമ്മൾ ഹിന്ദി ഉപഭാഷായം തഥാ ബോലിയാം എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് നമ്മളിത് കറക്റ്റായിട്ട് പറയുന്നുണ്ട് ഏതൊക്കെയാണ് ഉപഭാഷകൾ, അതിനകത്ത് വരുന്ന ബോലികൾ ഏതൊക്കെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് ഇപ്പോൾ കാറ്റഗറി 4 ആണെങ്കിലും കാറ്റഗറി 3 ആണെങ്കിലും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിക്കോണം. കാരണം ഇത് രണ്ട് കാറ്റഗറിയിലും ഇതിൽ ബേസ് ചെയ്തിട്ട് ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരും. കാരണം ഒന്ന് തന്നിട്ട് ഇതിൽ വരുന്ന ബോലി ഏതാണ്, അല്ലെങ്കിൽ ഒരു ബോലി തന്നിട്ട് ഇത് ഏതിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്, അങ്ങനെയുള്ള പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കാം. അപ്പോൾ പൂർവി ഹിന്ദിക്ക് ബോലി ഇൻമേം കോൻസി ഹെ, മേവാതി, കന്നൗജി, ഹഡി ബോലി, അവധി, ഇങ്ങനെ 4 ഓപ്ഷൻസ് കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഹിന്ദി ഉപഭാഷ നോക്കുവാണെങ്കിൽ 5 വരുന്നത്. ഓക്കെ, പൂർവി ഹിന്ദി, പശ്ചിമി ഹിന്ദി, പഹാഡി, ബിഹാരി, രാജസ്ഥാനി, ഇങ്ങനെ 5 വരുന്നത്. ഇതിൻ്റെ അകത്ത് തന്നെ ബോലികൾ കുറേ ഉണ്ട്. അപ്പോൾ നമ്മൾ പൂർവി ഹിന്ദിയിൽ വരുന്ന ബോലികൾ എടുക്കുകയാണെങ്കിൽ അവധി, ബഘേലി, അതുപോലെ തന്നെ ഛത്തീസ്ഗഡ്, ഇങ്ങനെ 3 പൂർവി ഹിന്ദിയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ഓപ്ഷൻ, അതായത് അവധിയാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ. പൂർവി ഹിന്ദിക്ക് ബോലി ഇൻമേം കോൻസി ഹെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവധി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ഇപ്പം നമ്മൾ ചെയ്യുന്ന ഈ PYQസും അതുപോലെയുള്ളതിൻ്റെയൊക്കെ നോട്ട്സുകൾ ടെലഗ്രാം ചാനലിൽ PDF ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് പ്രിപ്പയർ ആണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കൊക്കെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ബാക്കി നമ്മുടെ ചാനലിൻ്റെ നെയിം തന്നെയാണ്. ഓക്കെ, ബാക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോർട്ട് വില്യം കോളേജ് കാ യോഗ്ദാൻ കിസ് ക്ഷേത്ര മേ ഹെ. അതായത് നമ്മൾ ഹിന്ദിയുടെ ഡെവലപ്മെൻറ്റിൽ ഫോർട്ട് വില്യം കോളേജിൻ്റെ ഇമ്പോർട്ടൻസ് വളരെയധികമാണ്. അപ്പോൾ നമുക്കറിയാം ഫോർട്ട് വില്യം കോളേജ് കാ യോഗ്ദാൻ കിസ് ക്ഷേത്ര മേ ഹെ, ഏതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏത് സാഹിത്യ രചനകൾക്കാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. 4 ഓപ്ഷൻസ് ഉണ്ട്. അപഭ്രംശ കവിതാ കാ വികാസ്, ഹിന്ദി ഗദ്യ കാ വികാസ്, രീതിബദ്ധ കാവ്യ കാ വികാസ്, അതുപോലെ തന്നെ ബ്രജഭാഷ കവിതാ കാ വികാസ്, ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുണ്ടായിരുന്നത്. അതൊരു PYQs ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോർട്ട് വില്യം കോളേജ് പ്രധാനമായിട്ടും ഇമ്പോർട്ടൻസ് കൊടുത്ത ഹിന്ദി ഗദ്യ കാ വികാസ് ആണ്. നമുക്ക് ആൻസർ കൂടി. ഓക്കെ, ഹിന്ദി ഗദ്യ കാ വികാസ് ആണ്, അല്ലെങ്കിൽ ഗദ്യരചനകൾക്കാണ് ഫോർട്ട് വില്യം കോളേജ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത്. അപ്പോൾ അത് ആ വഴി വന്നു കഴിഞ്ഞപ്പോഴും എന്താണ്, ഗദ്യരചനകൾ കുറച്ചുകൂടി പോപ്പുലർ ആവാനായിട്ട് തുടങ്ങി, അല്ലെങ്കിൽ പ്യുവർ ഹിന്ദിയുടെ പോപ്പുലാരിറ്റി അതോടുകൂടി കൂടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ബാൽബോധിനി നാമക് പത്രിക കാ സമ്പാദൻ കിസ്നെ കിയ. അപ്പോൾ നമ്മൾ ഹിന്ദിയിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഒത്തിരി പത്രികകളുണ്ട്. അപ്പോൾ അതിൻ്റെ സമ്പാദകാര എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ അടുത്ത് ചോദിക്കും, മെയിൻലി കാറ്റഗറി 3-ക്കകത്ത്. ഓക്കെ, അപ്പോൾ ബാൽബോധിനി എന്ന് പറയുന്ന പത്രിക കാ സമ്പാദൻ, ഇത് ആരാണ് സമ്പാദക അല്ലെങ്കിൽ എഡിറ്റർ ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ട്. ഭാരതേന്ദു ഹരിചന്ദ്രൻ, നഗേന്ദ്ര, രാമചന്ദ്ര ശുക്ല, അതുപോലെ തന്നെ മിശ്ര ബന്ധു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഭാരതേന്ദു ഹരിചന്ദ്ര ആണ്. അദ്ദേഹമാണ് ബാൽബോധിനി എന്ന് പറയുന്ന പത്രികയുടെ എഡിറ്റർ. ഓക്കെ, ആൻസർ ആണ് റെഡ് കളറിൽ വന്നിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പശ്ചിമി ഹിന്ദി കാ ഉദ്ഭവ് കിസ് അപഭ്രംശ സെ ഹുവ.
അപ്പോൾ നമ്മൾ ഈ ഉപഭാഷയും ബോലിയും അതുമായിട്ട് ബന്ധപ്പെട്ടൊരു നമുക്ക് അതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി ഉണ്ടാകുന്ന എപ്പോഴും നല്ലതാണ്. രണ്ട് കാറ്റഗറിയിലും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പശ്ചിമി ഹിന്ദി का उद्भव किस अपभ्रंश से हुआ? അതായത് പശ്ചിമി ഹിന്ദി ഏത് അപഭ്രംശിൽ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? 4 ഓപ്ഷൻസ് ഉണ്ട്. ഷൗർസേനി, അർത്ഥമാഗധി, മാഗധി, അതുപോലെ തന്നെ വ്രാച്ചിട്ട്. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഷൗർസേനി അപഭ്രംശാണ്. അപ്പോൾ ഷൗർസേനി അപഭ്രംശിൽ നിന്നാണ് പശ്ചിമി ഹിന്ദി ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പശ്ചിമി ഹിന്ദിയിൽ വരുന്ന ഉപഭാഷകൾ അല്ലെങ്കിൽ ബോലികൾ നോക്കുവാണെങ്കിൽ ഖടി ബോലിയുണ്ട്, ഹരിയാൻവി, ബ്രജഭാഷ, ബുന്ദേലി, കന്നൗജി, ഇത്രയാണ് വരുന്നത്. ഇതിൽ തന്നെ നമ്മൾ കൗരവിക്കാണ് നമ്മൾ ഹഡി ബോലി എന്ന് പറയുന്നത്. ഹഡി ബോലിനെ കുറിച്ചൊക്കെ ചെറിയ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, വേണമെങ്കിൽ നോക്കാം. ഇനി ബാക്കിയാണ്, ഇനി അതിൻ്റെ ഞാൻ വേണമെങ്കിൽ ടെലഗ്രാമിൽ എൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാം. ഇനി മുഖ്യ ക്ഷേത്ര എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് എക്സ്ട്രാ ആയിട്ട് പറയുന്നതേ ഉള്ളൂ. ഹരിയാന അതുപോലെ തന്നെ ഉത്തർപ്രദേശ് ഇവിടെയൊക്കെയാണ് പശ്ചിമി ഹിന്ദി കൂടുതലായിട്ട് യൂസ് ചെയ്തിരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആ ക്വസ്റ്റ്യനിൽ പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബിഹാരി സത്സൈ കിസ് ചന്ദ് മേ രചിത് കാവ്യ ഹെ? ബിഹാരി സത്സൈ ഏത് ചന്ദിൽ എഴുതിയിട്ടുള്ള കാവ്യമാണ്? അതാണ് ക്വസ്റ്റ്യൻ. ദോഹ, സോർട്ട, ചൗപ്പായി, അതുപോലെ തന്നെ ചപ്പായി, ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ബിഹാരി സത്സൈ എന്ന് പറയുന്ന ബീഹാരിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രചനയാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ വരുന്ന ദോഹയാണ്. ബീഹാരിക്ക് ദോഹ ജോ നാവക്കെ തീർ എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ബിഹാരി സത്സൈ എന്ന് പറയുന്നത് ദോഹയിൽ എഴുതിയിട്ടുള്ളതാണ്. അത് 2 വരി വരുന്ന ദോഹയിൽ എഴുതിയിട്ടുള്ളതാണ്. ഇതിൽ മൊത്തം 713ഓളം ദോഹകൾ ബിഹാരി സത്സൈക്കകത്ത് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ദോഹകളാണ് ബിഹാരി സത്സൈയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ ആണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്നുകൂടി നമ്മൾ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് എന്ന് പറയുന്നത് പൂർവി ഹിന്ദി, അതായത് ഹിന്ദി ഉപഭാഷായം തഥാ ബോലിയാം എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നന്നായിട്ട് ക്ലിയർ ആയിരിക്കണം. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് പല രീതിയിൽ തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് 2 കാറ്റഗറിയിലും ചോദിക്കുന്നതാണ്. അപ്പോൾ അത് ആ ഒരു ടോപ്പിക്ക് ഒന്നാമത്തേതാണ്. ഇനി ഇത് കൂടാതെ ഫോർട്ട് വില്യം കോളേജ്, എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഫോർട്ട് വില്യം കോളേജിനെ കുറിച്ച് ഒരു നല്ല ധാരണ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അതിലെ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പോയിന്റ്സുകൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കുക. ഇനി അടുത്തതാണ് ബാൽബോധിനി എന്ന് പറയുന്ന പത്രികയാണ്. അപ്പം പത്രികകളെ കുറിച്ച് മെയിൻലി കേട്ടറ്റ് 3 ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ഇതുപോലെ മെയിനായിട്ടുള്ള പത്രികയും അത് എഴുതിയത് ആരാണ് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ വരുവാണെങ്കിൽ അതും ഹിന്ദി ഉപഭാഷായം തഥാ ബോലിയാം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ളതാണ്. ഇനി അടുത്താണ് ബിഹാരി സത്സൈ. അപ്പോൾ ബീഹാരി അതുപോലെ തന്നെ ബിഹാരി സത്സൈ, ഇതിന് 2 പോയിന്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും കൂടി നോക്കുക. അപ്പോൾ ഇതിൽ ഞാൻ നോക്കിയിട്ട് ഇതിലേതാണോ ഇല്ലാത്തത് നമ്മൾ അതിനെക്കുറിച്ച് അടുത്ത ദിവസം വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഗൈസ്, സീ യു ഇൻ ദ നെക്സ്റ്റ്. തബ് തക് के लिए ओके बाय.